മക്കളെ, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചീസ് ഉള്ളിവടയാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചീസ് ഉള്ളിവടയാണ്. അതിനായിട്ട് ഞാൻ 4 സവോള എടുത്ത് 4-5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, പച്ചമുളക് എടുത്ത് 2-3 മുട്ട ഉള്ളി വെളുത്തുള്ളി, 2 പീസ് ചീസ്, കണ്ടല്ലോ, 2 പീസ് ചീസും കൂടെ എടുത്ത്. ഇത് 4 ഇന്ന് നമ്മൾ ചീസ് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് എടുത്തത്. സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ചീസ് ചെറുതായിട്ട് അരിയും, സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയുമാണ് ഇന്ന് നമ്മൾ എടുത്തത്. ഇതാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന കടലമാവാണ്. 5 സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്. 5 സ്പൂൺ കടലമാവ് ചീസ് ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 5 സ്പൂൺ കടലമാവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, അല്പം കൊച്ചു ജീരകം, ഇതെല്ലാമാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇന്ന് ചീസ് ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. കണ്ടല്ലോ, ഒരു ചോപ്പർ എടുക്കുക. അതിന് ആവശ്യമായ ഉപ്പും അതിൽ ചേർത്തിട്ടുണ്ട്. ആവശ്യമായ ഉപ്പും നമ്മൾ അതിൽ ചേർത്തു. ഇനി നമ്മൾ ഒരു ചോപ്പർ എടുത്തു. ചോപ്പറിൻ്റെ അകത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവോള, ഇതാകുമ്പോൾ നമുക്ക് ഒരു മേനിയിൽ അരിഞ്ഞ കണക്ക് തന്നെ കിട്ടും. നമ്മൾ കൈ കൊണ്ട് അരിയണ്ട, ചോപ്പറാകുമ്പോൾ ഒരേപോലെ നമുക്ക് കിട്ടും. വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യമായ പച്ചമുളക് എടുക്കുക. ചീസ് ഇതാ ചെറുതായിട്ട് നമ്മൾ പിച്ചി ഇടുക. നമുക്കൊന്ന് ചോപ്പ് ചെയ്യാം. കണ്ടല്ലോ, ചോപ്പ് ചെയ്ത സാധനമാണിത്. ചോപ്പറിൽ ചോപ്പ് ചെയ്തു. നമുക്കൊരു പാത്രം എടുത്തിട്ട്, കുഴയ്ക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതാ മല്ലിയിലയാണ് നമ്മൾ വിതറിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചോപ്പ് ചെയ്ത സാധനം അതിലോട്ട് നീക്കുന്നു. എല്ലാ സാധനവും അതിലോട്ട് മാറ്റുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടലമാവ്, അതിൻ്റെ അകത്ത് ഉപ്പ്, മുളക് പൊടി, മഞ്ഞപ്പൊടി, ജീരകം എല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി പിടിക്കത്തക്ക രീതിയിൽ ഇപ്പം നമ്മൾ ആ ചോപ്പ് ചെയ്തതും പൊടിയും എല്ലാം ഭംഗിയായിട്ട് യോജിപ്പിക്കുക. ആദ്യം ഒരു സ്പൂൺ വെച്ച് യോജിപ്പിക്കുക, പിന്നെ അത് നന്നായിട്ട് കുഴയ്ക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ. വെള്ളത്തിൻ്റെ അളവൊന്നും കൂടാൻ പാടില്ല. നന്നായി യോജിപ്പിക്കുക. ഉണ്ടോ, ആ എരിവും എല്ലാം അതിൽ പിടിക്കണം. മാവിലും ആ ഉള്ളിയും എല്ലാം. സ്പൂണ് മാറ്റിയിട്ട് ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി മർദ്ദം കൊടുത്തൊന്ന് കുഴയ്ക്കാം. അതുണ്ടോ, വളരെ എളുപ്പം കൊച്ചുങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു പലഹാരമാണ് ചീസ് ഉള്ളിവട. കണ്ടല്ലോ, ചീസ് പക്കവട എന്ന് വേണേലും പറയാം, ചീസ് ഉള്ളിവട എന്ന് വേണേലും പറയാം, ചീസ് ഉള്ളി പക്കോട എന്ന് വേണേലും പറയാം. ഇതിനെ നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതിലോട്ട് ഉരുട്ടി മാറ്റി വെക്കാം. ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് വറക്കത്തക്ക പരുവത്തിന് അവരവരുടെ ഇഷ്ടത്തിന് വലുതോ ചെറുതോ ആക്കാം. ഞാൻ ഈ ഒരു സൈസിലാണ് എല്ലാം ഉരുട്ടി വയ്ക്കുന്നുണ്ട്.
പെട്ടെന്നൊരു വിരുന്നര് വരുമ്പോൾ 4 മണിക്കൊന്നും കൊടുക്കാനില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പലഹാരമാണിത്. എങ്ങും മേടിക്കാൻ പോകണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ച് തീ കൊളുത്തി വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഏകദേശം വെളിച്ചെണ്ണ തിളച്ചു. അതിലോട്ട് നമ്മൾ ഓരോന്ന് വീതം വച്ചു കൊടുക്കുന്നു. എണ്ണ തിളച്ചതിന് ശേഷം ചെറിയ ഫ്ലെയിം കൊടുക്കുക. അതിലേക്ക് വളരെ ശ്രദ്ധയോടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കരിയാതെ മൊരിഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ പയ്യെ ഒരു സ്പൂൺ വെച്ച് തിരിച്ച് ഇടുക. കണ്ടല്ലോ, ഇങ്ങനെ തിരിച്ചും മറിച്ചും സ്വല്പം എണ്ണ അതിൻ്റെ പുറത്തൂടെ കോരി ഒഴിച്ചു കൊടുത്തും എങ്ങനെയായാലും അതിനെ നല്ല രീതിയിൽ നമ്മൾ പൊരിച്ചെടുക്കുക. കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. എല്ലാ വശവും ഒരേപോലെ നന്നായി മൊരിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ ചീസ് വട ഉണ്ടാക്കുക, ഉള്ളിവട. ഇതിനോടൊപ്പം നമ്മൾ ഒരു കട്ടൻ ചായ ഇട്ടാൽ 4 മണിക്ക് സൂപ്പർ. ഹായ്, നല്ല രസമായിരിക്കുന്നു. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചെയ്തു കൊടുക്കുക. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എൻ്റെ ലൈവിൽ വരിക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. മനസ്സിലായല്ലോ? കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇനിയും നമ്മൾ കാണുവോളൂ. ബൈ മക്കളെ, ബൈ.